നമസ്കാരം, ഞാൻ വിനോദ്. പനി സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന സംഖ്യ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുപോലെ വലിയ സംഖ്യകൾ ഇൻറ്റു ചെയ്യാനായിട്ട് പല മത്സര പരീക്ഷകൾക്കും കാണാറുണ്ട്. നമുക്കിതിന് എളുപ്പവഴി കണ്ടുപിടിക്കാം. എളുപ്പവഴി അറിഞ്ഞുകൂടെങ്കിൽ ഇതിന് കൂടുതൽ സമയം വേണം, അല്ലേ? അപ്പോൾ എളുപ്പവഴിയാണെങ്കിൽ 10 സെക്കൻഡോ 5 സെക്കൻഡോ ഒക്കെ മതി. നമുക്ക് നോക്കാം. ആദ്യം ഇത്രയും വലിയ സംഖ്യ ചെയ്യാതെ നമുക്ക് ചെറിയ സംഖ്യ ചെയ്ത് ആദ്യം പഠിക്കാം. 1005 ഇൻറ്റു 1003 ഇങ്ങനെ ഇൻറ്റു ചെയ്യണമെന്ന് വെച്ചോ. ഇത് ബേസുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഈ 10ന്റെ ബേസുകൾ 10 ഏതാണ്? 10, 100, 1000, 10,000, ലക്ഷം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ എഴുതിയിരിക്കുന്ന സംഖ്യ ഇതിൽ ഏത് ബേസിന്റെ അടുത്താണ് നിൽക്കുന്നത്? 1005 എന്ന് പറയുമ്പോൾ 1000-നോട് അടുത്തുള്ള സംഖ്യ, അല്ലേ? അപ്പോൾ 1005-ന്ന് 1000-ഉം 1005-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കാം. എത്രയാണ്? 5ആണ്. ഇതെങ്ങനെ 1000-ഉം 1003-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3ആണ്. ഇനി എന്ത് ചെയ്യണമെന്നോ? ഇത് തമ്മിൽ ക്രോസ് കൂട്ടണം. കാരണം ബേസിനേക്കാൾ കൂടിയ സംഖ്യയാണ് ഇവിടെ വന്നതെങ്കിൽ ഇങ്ങനെ വ്യത്യാസം എഴുതിയിട്ട് ഈ 1003-ഉം ഇതുണ്ടോ 5ഉം കൂടെ കൂട്ടണം. 1008. ഈ ബേസിനേക്കാൾ കുറഞ്ഞ സംഖ്യയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ 1005-ന് ഇത് കുറയ്ക്കുകയോ ചെയ്യേണ്ടത്. അല്ല 1000, 999 ഒക്കെ ആണെങ്കിൽ 1000 വരില്ല. 1000 താഴെയുള്ള സംഖ്യകളായിരിക്കും. 999, 998 ഒക്കെ ആണെങ്കിൽ ആ ബേസിൽ നിന്ന് കുറയ്ക്കണം. ഇതിപ്പോൾ ആ ബേസിനേക്കാൾ കൂടിയ സംഖ്യയല്ലേ ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1003-ഉം 5ഉം കൂടെ കൂട്ടി 1008 എന്ന് എഴുതിയത്. കൂട്ടുക ചെയ്യേണ്ടത്. അപ്പോൾ 1008 എഴുതി. ഇനി ബേസിന് എത്ര സീറോ ഉണ്ട് എന്ന് നോക്കണം. എത്ര സീറോ ഉണ്ട്? 3 സീറോ ഉണ്ടോ? 1, 2, 3. ആ 3 സീറോ ഇവിടെ ഇടണം. 2 സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ആദ്യം ഇത് ബേസിനേക്കാൾ കൂടിയ സംഖ്യ ആയതുകൊണ്ട് ഇത് ആദ്യം ബേസും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതണം. എന്നിട്ട് ഈ സംഖ്യ 1003 അല്ലെ 1005-നോട് ഈ വ്യത്യാസം എഴുതിയത് കൂട്ടണം. 1005, 3, 1008, അല്ലെങ്കിൽ 1003, 5, 1008 അങ്ങനെ എഴുതി. അതിനുശേഷമോ ബേസിന് എത്ര സീറോ ഉണ്ടെന്ന് നമ്മൾ എഴുതി, അല്ലേ? ഇനിയോ ഈ 5ഉം ഈ 3ഉം കൂടെ ഇൻറ്റു ചെയ്യണം. ഈ 3 എത്രയാണ്? 15 ഇവിടെ എഴുതണം. എന്നിട്ട് ആഡ് ചെയ്യണം. 5, 1, 0, 8, 0, 0, 1. ഇതായിരിക്കും ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യുക. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ആദ്യം എന്തായാലും എൻ്റെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ബേസുമായിട്ടുള്ള വ്യത്യാസം ഇവിടെ എഴുതണം, രണ്ടിൻ്റെയും. എന്നിട്ട് ഈ സംഖ്യയോട് ഒന്നുകിൽ ക്രോസ് കൂട്ടണം. 1005-നോട് 3 കൂട്ടി എഴുതാം 1008 എന്ന്, അല്ല 1003-നോട് 5 കൂട്ടി എഴുതാം 1008 എന്ന് എഴുതാം. പിന്നെ ആ ബേസിന് ഇതല്ലായിരുന്ന ബേസ്, ആ ബേസിന് എത്ര സീറോ ഉണ്ട്? 3 സീറോ. ആ 3 സീറോ ഇടുന്നു. പിന്നെ ഈ കിട്ടിയ സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് അടിയിൽ എഴുതുന്നു, ആഡ് ചെയ്യുന്നു. ഉത്തരവായി. എളുപ്പമല്ലേ? ഇത് നമുക്കിത് നോക്കാം, അല്ലേ? ഇതിന്റെ ബേസ് ഏതാന്ന് കണ്ടുപിടിക്കാൻ എളുപ്പവഴി നോക്കൂ. 1 ഈ 1 കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1 കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6. അപ്പൊ 6 പൂജ്യമുള്ള ഏതാണ്? 1, 2, 3, 4, 5. ഇത് 7 പൂജ്യം ഉണ്ട്, അല്ലേ? ഇതാ 1, 2, 3, 4, 5, 6. ഇതായിരിക്കും ഇതിന്റെ ബേസ്. എങ്ങനെ മനസ്സിലായി? ഈ 1-ന് ശേഷം എത്ര സ്ഥാനം ഉണ്ട്? 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6, അല്ലേ? അപ്പൊ ഇതിന് കിട്ടാനായിട്ട് ഇതിൽ നിന്ന് എത്ര കൂടുതലാണ് ഇത്? ഇത് 10,08,000, ഇത് 10,04,000. അപ്പൊ 8 കൂടുതലില്ലേ ഇവിടെ? 8. ഇവിടെ എത്രയാണ്? 4 കൂടുതലുണ്ട്. ഇനി എന്ത് ചെയ്യണം? ക്രോസ് കൂട്ടണം, അല്ലേ? ക്രോസ് 10,08,000 4 എത്രയാണ്? 10,12,000. ഇതാണെങ്കിൽ 10,04,000 കിട്ടും, 10,12,000, അല്ലേ? 10,12,000 എഴുതി. ഇങ്ങനെ കൂട്ടിയാലും ശരിയാണ്. ഇനി എന്ത് ചെയ്യണം? ഇതിന് ഈ ബേസിന് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കാം. എത്ര പൂജ്യം ഉണ്ട്? 1, 2, 3, 4, 5, 6 പൂജ്യം. 1, 2, 3, 4, 5, 6 പൂജ്യം. ഇനിയോ ഈ 8, 4 കൂടെ ഇൻറ്റു ചെയ്യണം. 8, 4, 32. ഇനി എന്ത് ചെയ്യണം? അവ ആഡ് ചെയ്യണം, അല്ലേ? 2, 3, 4 പൂജ്യം, അല്ലേ? പിന്നെ ഈ 2, പിന്നെ ഈ 1, പിന്നെ 1, 2, 3, 4. ഇതായിരിക്കും ആൻസർ. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോയാൽ എത്ര സമയം എടുക്കും? 10-15 മിനിറ്റ് നമ്മൾ പോകും. മറ്റു കണക്കുകൾ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.